ഇപ്പോൾ കെ.എസ്. അരുൺകുമാർ CPM നേതാവ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അരുൺകുമാർ, ഒരു ചോദ്യം ചോദിച്ചു, 2006 പറവൂർ ഡീൽ എന്തായിരുന്നു എന്നുള്ളത്. അതിനിപ്പോൾ മറുപടി വന്നിരിക്കുന്നത് താങ്കൾ കണ്ടിരിക്കുമല്ലോ. 77 മുതൽ ഇങ്ങോട്ടുള്ള സകല ബന്ധങ്ങളും അല്ലെങ്കിൽ UDF ആരോപിക്കുന്ന ബന്ധങ്ങളെല്ലാം അക്കമിട്ട് നിരത്തുകയാണ് വി.ഡി. സതീശൻ. ഇവിടെ KG മാരാരുടെ ഒരു പുസ്തകമുണ്ട്, അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ആ ആത്മകഥ വായിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള കോലീബി സഖ്യം, കോൺഗ്രസ്, ലീഗ്, BJP സഖ്യത്തിന്റെ ഡീലുകളെ കുറിച്ച്, ആ ഡീലുകൾക്ക് നേതൃത്വം കൊടുത്ത KG മാരാർ തന്നെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ആ ഡീലിന്റെ ചർച്ചകൾ ആരംഭിച്ചത്, എങ്ങനെയാണ് പുരോഗമിച്ചത്, എങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്തത്, എന്നിട്ട് അതിന്റെ ജനം തിരസ്കരിച്ചത് എങ്ങനെയാണെന്ന് കൃത്യമായി തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതേപോലെ ഇങ്ങോട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ RV ബാബു, ഇവിടെ വിശ്വഹിന്ദു പരിഷത്തിന്റെ നേതാവ് RV ബാബു തന്നെ പല ഘട്ടത്തിലും വി.ഡി. സതീശനോട് വെല്ലുവിളിച്ചിട്ടുണ്ട്, പത്രസമ്മേളനത്തിലടക്കം പറഞ്ഞിട്ടുണ്ട്, മറ്റ് എഴുത്തുകളിലും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പറവൂർ ഓരോ തെരഞ്ഞെടുപ്പിലും ശ്രീ വി.ഡി. സതീശൻ വിജയിക്കുന്നത്, RSSന്റെ കാര്യാലയം കയറി ഇറങ്ങി വോട്ടുറപ്പിച്ച കഥ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണമോ എന്ന് ശ്രീ RV ബാബു തന്നെ പലതവണ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ നിരവധി പ്രത്യക്ഷ ഉദാഹരണങ്ങൾ, ഡീല് മാത്രമല്ല മഹാസഖ്യങ്ങളുടെ കൃത്യമായ ഉദാഹരണങ്ങൾ ഈ പൊതുസമൂഹത്തിൽ ഉള്ളപ്പോഴാണ് 1977 മുതലുള്ള ഡീൽ എന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് വരുന്നത്. ഒറ്റ കാര്യമേ ഉള്ളൂ, ഇനി തെരഞ്ഞെടുപ്പിന് കേവലം 13 ദിവസമേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പൊളിറ്റിക്കൽ വിഷയവും ഉന്നയിക്കാൻ UDFനില്ല. ഈ കഴിഞ്ഞ 10 വർഷത്തെ ഏതെങ്കിലും ഭരണ കോട്ടങ്ങൾ ചൂണ്ടിക്കാണിക്കാനില്ല. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ചെയ്യുമെന്ന് പറയാൻ ഒരു തരത്തിലുള്ള പ്രപ്പോസലുമില്ല. ആ ഒരു സാഹചര്യത്തിൽ യഥാർത്ഥ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ചർച്ചയാകാതിരിക്കാൻ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുക. 5-6 ദിവസമായി ഇപ്പൊ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, ആദ്യം പാലക്കാട് മണ്ഡലത്തിൽ തുടങ്ങി 10ഓളം മണ്ഡലങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. ഏതെങ്കിലും മണ്ഡലത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള ഡീലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തെളിവിന്റെ കണികയെങ്കിലും പുറത്തുവിടാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞിട്ടുണ്ട്. അരുൺകുമാർ, ഇന്നിപ്പോൾ വി.ഡി. സതീശൻ ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിയിക്കുന്ന ഒരു ചിത്രം മുഖ്യമന്ത്രി പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അതിന് വി.ഡി. സതീശന്റെ മറുപടി ചിത്രങ്ങൾ താങ്കൾ കണ്ടിട്ടുണ്ടാകും. ഒന്ന് ജ്യോതി ബസുവും EMSഉം LK അദ്വാനിയും വാജ്പേയിയും ഉൾപ്പെടെ നിൽക്കുന്നതാണ്. മറ്റൊന്ന് LK അദ്വാനി വന്നിട്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സംസാരിക്കുക. മറ്റൊന്ന് KG മാരാർ EMSന് ഒരു ബാഡ്ജ് കുത്തി കൊടുക്കുന്നതാണ്. അപ്പോൾ ചിത്രത്തിന് മറുപടി ചിത്രമാണ്, സംസാരിക്കുന്ന തെളിവുകളാണ് അദ്ദേഹവും മുന്നോട്ട് വെക്കുന്നത്. ഇല്ല, ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ആരാ? ശ്രീ വി.ഡി. സതീശൻ അദ്ദേഹം ഗോൾവർക്കറിന് മുന്നിൽ വിളക്ക് കത്തിച്ച് അങ്ങനെ ഒരു 90 ഡിഗ്രി അളവിൽ കുനിഞ്ഞു നിന്ന് തൊഴുത് അങ്ങ് അത്ര താണു വണങ്ങുന്ന ചിത്രം പൊതുസമൂഹത്തിൽ കുറെ നാളുകളായിട്ടുണ്ട്, കുറച്ച് വർഷങ്ങളായിട്ടുണ്ട്. പക്ഷെ ശ്രീ വി.ഡി. സതീശൻ പറയുന്നത് അത് ഗോൾവർക്കറുടെ മുന്നിൽ പോയി ജന്മശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുത്ത് താണു വണങ്ങിയതല്ല, ഞാനൊരു പുസ്തക പ്രകാശന ചടങ്ങിൽ പോയപ്പോൾ സംഭവിച്ചു പോയതാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പുസ്തക പ്രകാശന ചടങ്ങ് നടന്നത് 2013 എന്നാൽ യഥാർത്ഥത്തിൽ ഗോൾവർക്കറെ താണു വണങ്ങി പോയി കുനിഞ്ഞു നിൽക്കുന്ന പടമുള്ളത് 2006 ഇത് രണ്ടും 2 ചടങ്ങാണ്. ഇത് ഒറ്റ ചടങ്ങാണ്. ഒരു പുസ്തക പ്രകാശനത്തിൽ ഞാനും മാത്രമല്ല മറ്റു പല നേതാക്കന്മാരും പോയിട്ടുണ്ട് എന്ന രീതിയിൽ പൊതുവൽക്കരിച്ച് യഥാർത്ഥ വിഷയത്തെ തെറ്റിദ്ധരിപ്പിച്ച് സ്ഥിരം ചെയ്യുന്നത് പോലെ തന്നെ വി.ഡി. സതീശൻ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ജനതാ പാർട്ടി 1977-78 കാലങ്ങളിൽ ഉണ്ടായതും അവർ രാജ്യത്തിന്റെ ഭരണം പിടിച്ചതും ആ സമയത്ത് വിവിധ സഖ്യങ്ങൾ വന്നതും എല്ലാം നമ്മൾ വളരെ വിശദമായി തന്നെ പല വേദികളിലും ചർച്ച ചെയ്തിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയും BJP എല്ലാം ഉണ്ടാകുന്നത് 1980 ശേഷമാണല്ലോ, 80 ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണം തങ്ങൾക്കെതിരെ വരുമ്പോൾ നിങ്ങളും അങ്ങനെയായിരുന്നില്ലേ ഇങ്ങനെയായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ യഥാർത്ഥ വസ്തുതകളിൽ നിന്ന് വഴിതെറ്റിക്കാനും ഏറ്റവും ഗൗരവമായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ അത് ജനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്പറായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. ഇവിടെ ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഈ തെരഞ്ഞെടുപ്പിന് 2 ആഴ്ച പോലും ഇല്ലാത്ത സമയത്ത് പോലും ഇത്തരത്തിൽ ഡീൽ എന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ, UDFന്റെ നേതാക്കന്മാർ അവർ രാഷ്ട്രീയ പ്രവർത്തനം തുടരുന്നത് യഥാർത്ഥ രാഷ്ട്രീയ വിഷയങ്ങൾ ഒന്നും ചർച്ചയാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. UDFന്റെ ഡീൽ ആരോപണം നിരന്തരം വരുന്നുണ്ട് എന്ന് താങ്കളും സമ്മതിക്കുന്ന ഒരു കാര്യമാണല്ലോ. ഇന്നിപ്പോൾ അതിന് മുഖ്യമന്ത്രിയുടെ ഒരു മറു ചോദ്യം വന്നിരിക്കുന്നു. അപ്പോൾ ഈ ഡീൽ ആരോപണത്തിൽ ഏതെങ്കിലും തരത്തിൽ LDF CPM പകച്ചു പോയിട്ടുണ്ടോ ഈ നിരന്തരം വരുന്ന ആരോപണത്തിൽ? ഒരു ആരോപണത്തിലും പകച്ചു പോയിട്ടില്ല. പക്ഷെ യാഥാർത്ഥ്യം ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ടല്ലോ.
ഇപ്പോ സുരേഷ് ഗോപി MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. ഡീല് എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് UDF-ന്റെ പ്രചരണം കാണുമ്പോഴും 86,500 വോട്ട് കോൺഗ്രസിനാണ് നഷ്ടപ്പെട്ടത്. 70,000 വോട്ടിനല്ലേ അവിടെ BJP ജയിച്ചത്. 18 ലോക്സഭാ മണ്ഡലങ്ങളിലും വലിയ തിരിച്ചടി കിട്ടുമ്പോഴും ഞങ്ങൾക്ക് 16,500 വോട്ട് തൃശൂർ മണ്ഡലത്തിൽ കൂടുതൽ കിട്ടുകയാണ് ഉണ്ടായത്. അപ്പൊ ഡീൽ ആരൊക്കെ തമ്മിലായിരുന്നു? നേമത്താണല്ലോ ആദ്യമായി BJP അക്കൗണ്ട് തുറന്നത്. അവിടെ 62,000 വോട്ട് കിട്ടിയ കോൺഗ്രസിന്റെ വോട്ട് 13,380 വോട്ടായിട്ട് കുറഞ്ഞു. ആ കുറഞ്ഞ സാഹചര്യം 19,000 വോട്ട് കുറയാന്നൊക്കെ പറഞ്ഞു. പിന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി K മുരളീധരൻ അവിടെ നിൽക്കുമ്പോൾ അത് 10,000-30,000 ആയിട്ട് കൂടുന്നുണ്ട്. അപ്പോ സ്വന്തം ഘടകകക്ഷി നിൽക്കുമ്പോൾ 50,000-ഓളം വോട്ട് മറച്ചു കൊടുത്ത് യഥാർത്ഥ ഡീല് നടത്തിയത് കോൺഗ്രസ് ആണ്, UDF ആണ് എന്ന് കണക്കുകൾ വെച്ച് തന്നെ തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിയും ഈ കേരളത്തിൽ. അതുകൊണ്ട് ഒരു തരത്തിലും ഇത്തരം ആരോപണങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ പകച്ചുപോവില്ല. യഥാർത്ഥ രാഷ്ട്രീയ ചർച്ചാ വിഷയം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് ഞങ്ങൾ വ്യതിചലിക്കില്ല. ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ ഉയർത്തും, വികസന നേട്ടങ്ങൾ ഞങ്ങൾ ഉയർത്തും, ക്ഷേമ പദ്ധതികളുടെ മുന്നോട്ടുള്ള പോക്ക് ഞങ്ങൾ കൃത്യമായി പ്രചരണ വിഷയമായിട്ട് ഉയർത്തും. എത്ര വഴിതെറ്റിക്കാൻ നോക്കിയാലും ഞങ്ങൾ അതിൽ വീണുപോകില്ല. താങ്ക് യു KS അരുൺകുമാർ.